ഹായ് നമസ്കാരം. ഞാൻ സുജിൻ ജോസഫ്. ഫാം അറ്റ് ഫ്രഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് നെല്ല് കതിരായി നിൽക്കുന്ന കാഴ്ചയാണ്. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നെല്ല് മെഷീൻ വെച്ച് എങ്ങനെ കൊയ്തെടുക്കാം എന്നുള്ള കാഴ്ചയാണ്. ഒപ്പം തന്നെ ആ നെല്ല് ആ മെഷീൻ്റെ ഉള്ളിലൂടെ കടന്നു പോവുകയും ഒപ്പം തന്നെ നെല്ല് മാത്രമായിട്ട് വേർതിരിഞ്ഞ് എടുത്തിട്ട് ആ നെല്ല് നമ്മളൊരു ട്രാക്ടർ വഴി വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കാഴ്ച നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. തുമ്പൂര് പാടശേഖരത്തിൻ്റെ പ്രത്യേകത യാതൊരു വക വിഷം ഉപയോഗിക്കാതെ ചെയ്യുന്ന ഒരു കൃഷിയാണ് നെൽകൃഷി. അവരുടെ ഒരു കൂട്ടായ്മയായിട്ട് ആ വിത്തുകൾ, ഈ നെൽമണികൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. അതിൻ്റെ അഡ്രസ്സ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിഷപ്രയോഗമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഈ കണ്ടത്തിൽ ധാരാളം കളകൾ പൊന്തി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നെല്ലിനൊക്കെ കൂടുതൽ കളയാനെയാണ് ഒരു കൃഷി ചെയ്യണമെന്നത് കണ്ടാൽ നമുക്ക് തോന്നും. കൊക്കുകൾക്കൊരു നാണോ പേടിയില്ല. നമ്മൾ മറ്റേ വീഡിയോ ഷൂട്ട് ചെയ്യണ സമയത്ത് കൊക്കിനെ കിട്ടാനായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, കൊക്കിന് ഒരു നാണോ ഇല്ല, പേടിയില്ല. നമ്മൾ ചെല്ലുമ്പോഴും കൊക്കുകൾക്ക് പേടിയൊന്നുമില്ല, ഡീസൻ്റായിട്ട് ഇരുന്നവരാണ്. ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, നീ ആരുടെ അങ്ങനെ വന്നേക്കണേ എന്നുള്ളൊരു ചോദ്യമായിട്ടാണ് അവിടെ ഇരിക്കണേന്ന് എനിക്ക് തോന്നണം. ഇത്ര പേരുന്ന കൊക്കളെ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. മെഷീൻ്റെ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മെഷീനിലേക്ക് എങ്ങനെയാണ് നെല്ല് കയറണത് നമുക്ക് കാണാം. മെഷീൻ്റെ സൈഡിൽ കൂടെ ചണ്ടി കൊണ്ട് നെല്ല് മെഷീൻ്റെ ഉള്ളിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. മെഷീൻ്റെ ഉള്ളിലേക്ക് നെല്ല് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ആ നെല്ല് മെഷീൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോയിട്ട് ശേഷം പുറയിൽ കൂടെ വീഴും. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മെഷീൻ വെച്ച് നെല്ല് കട്ട് ചെയ്യണത് നമ്മൾ കണ്ടു. അതിനൊപ്പം തന്നെ അരിവാൾ വെച്ച് കൊയ്തെടുക്കുന്നത് എങ്ങനെയെന്നും കൂടി നിങ്ങളെ കാണിച്ചു തരാണ്. ശരിക്കും ഇങ്ങനെ അരിവാൾ വെച്ച് മുറിച്ചെടുത്താലാണ് നമുക്കിത് പശുവിന് കൊടുക്കാനായിട്ട് വൈക്കോല് കിട്ടുള്ളൂ. മെഷീൻ വെച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കൊയ്ത്തിന് വളരെ എളുപ്പമാണെങ്കിലും പശുവിന് കൊടുക്കാൻ വൈക്കോല് കിട്ടില്ല. കാരണം അരിവാൾ വെച്ച് അരിയുമ്പോൾ അവർ വളരെ താത്തി അരിയും, അപ്പോൾ ധാരാളം വൈക്കോല് കിട്ടും. കർഷകർക്ക് നല്ലത് ശരിക്കും അരിവാൾ വെച്ച് കൊയ്യുന്നതാണ്. പക്ഷേ കൊയ്യാനുള്ള തൊഴിലാളികളെ കിട്ടുന്നില്ല. ഒപ്പം തന്നെ മറ്റ് കൂലിച്ചെലവുകളെല്ലാം കൂടുമ്പോൾ കർഷകരും യന്ത്രവൽകൃത സ്ഥിതിയിലേക്ക് തിരിഞ്ഞു പോവുകയാണ്. ഈ കാണുന്ന ട്രാക്ടറിലേക്കാണ് കൊയ്ത്ത് മെഷീനിൽ നിന്ന് നെല്ല് വന്ന് വീണത്. നമ്മുടെ ഷാജിയേട്ടനാണ് ഈ വണ്ടിയുടെ അമരക്കാരൻ. ഷാജിയേട്ടൻ, പുറത്തുചേലുള്ള ഷാജിയേട്ടനാണ് ഈ വണ്ടി ഓടിക്കുന്നത്. മെഷീനിൽ നിന്ന് നെല്ല് വരാൻ പോകണം കേട്ടോ. നമ്മൾ മുകളിൽ കാണുന്ന ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞു, നെല്ല് വീണുകൊണ്ടിരിക്കുകയാണ്.
ഇത്ര നേരം കൊയ്തുകൊണ്ടിരുന്ന നെല്ല് ആ മെഷീനിലൂടെ കടന്നു വന്ന് കണ്ടെയ്നറിലൂടെ കടന്നു വന്ന് അതിനകത്തുള്ള ടാങ്കിൽ നെല്ല് കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നിൽക്കണ ട്രാക്ടറിൻ്റെ ഉള്ളിലേക്ക് ആ നെല്ല് മാത്രമായിട്ട് തിരിഞ്ഞിട്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു പ്രാവശ്യം കൂടി മെഷീൻ വെച്ച് നിറഞ്ഞാലാണ് ഈ ട്രാക്ടർ നിറയുള്ളൂ. അതിനുശേഷം ഈ നെല്ല് മുഴുവനായിട്ടും വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇവരിറക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും പുതിയ കാർഷികപരമായ വീഡിയോകളുമായി അടുത്ത ആഴ്ച കാണാം എന്നുള്ള വിശ്വാസത്തോടെ ഇപ്പോൾ പിരിയുന്നു.